ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ചെയ്യുക. ഇപ്പൊ ഞാൻ സേമിയ ഉപ്പുമാവ് ചെയ്തിരുന്നു. സേമിയ ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പൊ അത് കാണാത്ത ആളുകൾ അതൊന്ന് കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കുക. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി അരി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പശയില്ലാത്ത അരി സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് പല ടൈപ്പ് പച്ചരി അവൈലബിൾ ആണ്. ഞാനിപ്പോ ഇവിടെ ഇഡ്ഡലി റൈസിലാണ് ചെയ്യാറുള്ളത്. ഇഡ്ഡലി റൈസിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടാറുള്ളത്. പശയില്ലാത്ത പച്ചരി യൂസ് ചെയ്തിട്ട് ചെയ്താലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പശയുള്ള പച്ചരി ആണെങ്കിൽ ഇഡ്ഡലി ഇങ്ങനെ വല്ലാതെ ഒട്ടിപ്പോവും. നമ്മള് ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്റ്റീം വന്നു കഴിയുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. പക്ഷെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് വല്ലാതെ അങ്ങ് ഒട്ടിപ്പോവും. അപ്പോ നമ്മള് ഇഡ്ഡലി റൈസ് അവൈലബിൾ ആണെങ്കിൽ ഇഡ്ഡലി റൈസിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പശയില്ലാത്ത പച്ചരിയിൽ ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ലുലുമാളിൽ നിന്നാണ് ഇഡ്ഡലി റൈസ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇഡ്ഡലി റൈസ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ലുലുമാളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ മിക്കവാറും ഉണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മള് 1 കപ്പ് ഇഡ്ഡലി റൈസ് ആണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ഉഴുന്നെടുക്കുക. ഇത് രണ്ടും ചേർത്തിട്ട് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇഡ്ഡലിക്ക് സോക്ക് ചെയ്തിടുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് വേറെ ഉഴുന്ന് വേറെ, രണ്ടും രണ്ടായിട്ടല്ല സോക്ക് ചെയ്യുന്നത്. ഇഡ്ഡലി റൈസും ഉഴുന്നും ചേർത്തിട്ട് ഒരുമിച്ച് തന്നെയാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഇപ്പൊ നമ്മള് രാവിലെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകിട്ട് ഒരു 5-5:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ അരച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ അരയ്ക്കാം. പിന്നെ നമ്മള് കുറച്ച് ഇഡ്ഡലിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഞാൻ സാധാരണയായിട്ട് ഉലുവയാണ് ചേർക്കാറുള്ളത്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഉലുവ പൊടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ ഉലുവ പൊടിച്ചതാണ് ചേർക്കാൻ പോകുന്നത്. ഇഡ്ഡലി മാവ് അരയ്ക്കുമ്പോൾ ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഉലുവ ഞാനിപ്പോ ചേർക്കാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഗ്രൈൻഡറിൽ അരച്ചാലും മിക്സിയിൽ അരച്ചാലും ഉലുവ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാണ്. ഉലുവ അരയാറില്ല. എത്ര സോക്കായാലും ഉലുവ നന്നായിട്ട് അരഞ്ഞു കിട്ടാറില്ല. അങ്ങനെ വരുമ്പോ നമ്മള് ദോശമാവിന്റെ ഇഡ്ഡലി മാവിന്റെ ഒക്കെ അടിഭാഗത്ത് ഉലുവ അങ്ങനെ തന്നെ ഒരു 2-3 പീസായിട്ട് അങ്ങനെ കിടക്കും. അപ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഉലുവ അരച്ച് ചേർക്കുന്നതിന് പകരം നമ്മളിപ്പോ ഉലുവ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഉലുവ പൊടിച്ചത് ചേർത്താൽ മതിയല്ലോ എന്നുള്ളത്. ഇഡ്ഡലിക്ക് മാവ് തയ്യാറാക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടി പോവാതെ നോക്കുക. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ നമുക്ക് രാവിലെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കാം. പക്ഷെ ഇഡ്ഡലി മാവിന്റെ ബാറ്റർ വല്ലാതെ ലൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, വല്ലാതെ മോശമായി പോകും. നമുക്ക് ആ ബാറ്ററി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കൃത്യമായിരിക്കണം. നമുക്ക് അവൈലബിൾ ആവുന്ന റൈസിന്റെയും ഉഴുന്നിന്റെയും ഇതനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. ഞാൻ അരച്ചെടുക്കുന്ന ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അത് ആ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് നോക്കുന്നതിന്റെ ഒപ്പം തന്നെ ഉലുവ എങ്ങനെയാ പൊടിക്കാന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കുന്നത്. ഇതിപ്പോ കുറച്ച് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ കറികളിലും അതുപോലെ ഇഡ്ഡലി മാവിലും ദോശമാവിലും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫൈൻ പൗഡറായിട്ട് പൊടിക്കുക. അല്ലാത്തതാണ് ഞാനിപ്പോ ചെയ്തിരിക്കുന്നത്. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനുള്ള ടൊമാറ്റോ ചട്നിയും കോക്കനട്ട് ചട്നിയും എങ്ങനെയാണെന്നുള്ളത് 2 വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇഡ്ഡലി മാവ് തയ്യാറാക്കുക, ഇഡ്ഡലി ഉണ്ടാക്കുക, നമ്മള് ടൊമാറ്റോ ചട്നിയും കോക്കനട്ട് ചട്നിയും എല്ലാം ചേർത്തിട്ട് ഇഡ്ഡലി കഴിക്കുക. ഇപ്പൊ ഞാൻ അരിയും ഉഴുന്നും നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അത് അരച്ചെടുക്കാൻ പോവാണ്. അരച്ചതിന് ശേഷം എത്ര വെള്ളം ചേർത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓരോ പ്രാവശ്യവും നമ്മൾ അരക്കുമ്പോൾ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അരിയുടെ ഉഴുന്നിന്റെയും അതനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അരച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കൃത്യം 1 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം മെഷർ ചെയ്തെടുത്തിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബാറ്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഉണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കി വെക്കേണ്ടത്. നാളെ രാവിലെ ആകുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ 2 പാത്രത്തിലായിട്ട് വെച്ചത്. ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ വല്ലാതെ പൊങ്ങിപ്പോവും, വല്ലാതെ അങ്ങ് പുറത്തേക്ക് ചാടി പോവും പൊങ്ങിയിട്ട്. അതുകൊണ്ടാണ് 2 പാത്രത്തിലാക്കി വെക്കുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇത് പൊങ്ങി വരട്ടെ. നാളെ ഇഡ്ഡലി ഉണ്ടാക്കാം. 2 ദിവസത്തേക്കായിട്ടാണ് അരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റി സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്തത്. അപ്പോൾ കുറച്ച് ആവശ്യമുള്ള ആളുകൾ കുറച്ച് ക്വാണ്ടിറ്റി അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെനിക്ക് എന്തായാലും ഫ്രിഡ്ജിൽ നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാനുണ്ടാവും. ഇത് അടച്ചു വെക്കട്ടെ. നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം.
ഇപ്പൊ ഇതാ നമ്മുടെ ഇഡലി മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു പാകത്തിലാണ് ഇഡലി മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഈ മാവ് ഉപയോഗിച്ചിട്ട് ഇഡലി ഉണ്ടാക്കാം. ഇപ്പൊ നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പൊ ഇഡലി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേ ഇനി പുറത്തേക്ക് എടുക്കുള്ളൂ, പുളിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി അപ്പൊ ഇഡലി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇഡലി മാവ് ഉപയോഗിച്ചിട്ട് ഇഡലി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാലോ. ഇഡലി തട്ടില് കുറച്ച് മാവ് ഒഴിക്കുക, അടച്ചു വയ്ക്കുക, നന്നായിട്ട് ആവി വരിക, കുക്കായി കഴിയുമ്പോൾ ഇഡലി ആയി. അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നില്ല, ഇഡലി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സോഫ്റ്റ് ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എടുക്കുന്ന അരിയുടെ ഉഴുന്നിന്റെയും ബ്രാൻഡ് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുക. പിന്നെ നമ്മള് ചൂട് ക്ലൈമറ്റിലാണെങ്കിൽ മാവ് പൊങ്ങിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊളിച്ചു പോവും, അല്ലാതെ അങ്ങ് പുളിയായി പോകും ഇഡ്ഡലിക്ക്. അപ്പൊ മാവ് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ ചൂടുകാലത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പൊളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.